വായ 2 ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. റിവ്യൂ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമ. ആദ്യത്തെ ഹാഫ് എന്ന് പറയുമ്പോൾ ചിരിച്ച് ഒരു പടായി. രണ്ടാമത്തെ ഹാഫ് കരയിപ്പിച്ച് കൊന്നു എന്ന് വേണം പറയാനായിട്ട്. കരയാത്ത ആരുമില്ലത്, ഇവരെല്ലാം കരഞ്ഞു, പിള്ളേർ വരെ കരഞ്ഞു സിനിമ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണുക. പിന്നെ എന്താ പറയുക, നമ്മളെ യൂട്യൂബേഴ്സ് റീലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് അവസരങ്ങളൊക്കെ എടുത്തു. എല്ലാ മുഖങ്ങളും, അതായത് പുതുമുഖങ്ങൾ, മറ്റേ പൊതുവേ സിനിമയിലുള്ളവരെ അല്ലാതെ കുറേ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിന് അവസരം കൊടുത്ത് ചെയ്ത് ഒരു അടിപൊളി സിനിമയാണ്. എനിക്ക് ആ സിനിമ കണ്ടപ്പോഴത്തേക്കും എൻ്റെ +2ൻ്റെ കാലം ഒക്കെ ഓർത്തു പോയത്. അതിനകത്ത് അടിയിരുന്നു. അപ്പോൾ ഞാനിവിടെ പറയുകയും ചെയ്തത്, നമ്മൾ +2നൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതേപോലെയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി, ചെറുക്കന്മാരൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ അടി കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കങ്ങനെ ആ പഴയ കാലങ്ങളൊക്കെ ഓർത്തുപോയി. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്താ പറഞ്ഞത്, നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അത്രയ്ക്കും നല്ല സിനിമയാണ്, മോശമായിട്ടൊന്നും പറയാനില്ല. നമ്മളെ എന്താ പറയുക, അവിടെ പിടിച്ചിരുത്തും. ഒരു എന്താ പറയുന്നത്, ആ സിനിമ ബോറായിട്ടൊന്നും തോന്നിയില്ല. ആ സിനിമ തീർന്നു പോകുന്ന സമയം വരെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സന്തോഷം ആണെങ്കിലും സങ്കടമാണെങ്കിലും, ആ ഇമോഷൻസൊക്കെ പുറത്ത് വന്ന് കാണിക്കുന്ന, അതേപോലെ യു കെയിൽ വരുമ്പോൾ ഉള്ള ലൈഫ് എങ്ങനെയാണെന്നും ഒക്കെ ഉള്ളത് കാണിച്ചു തന്നിട്ടുണ്ടായി. അതിനകത്ത് ശരിക്കും നമ്മുടെ NHSും കാര്യങ്ങളൊക്കെ ശരിക്കും സത്യം തന്നെയാണ്. ഇപ്പം യു കെയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഡോക്ടറിനെ ഒന്നും കാണാൻ പറ്റത്തില്ല എന്നുള്ളതും ഒക്കെ അതിനകത്തൊന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം, ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ആരും അറിയുന്നില്ല എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പം അതിനകത്ത് അവർ പറയുന്നുണ്ട്, മറ്റേ എന്താ പറയുന്നത്, നമ്മൾ ഒരു മരുന്ന് മേടിക്കാനാണെങ്കിലും രാത്രി ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കടയൊന്നും ഉണ്ടാവത്തില്ല, കടകളൊക്കെ അടച്ചിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനെ പോലെ ഒരുപാട് കടകൾ ഒന്നും തുറന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റൊക്കെ ചില സമയത്തൊന്നും എന്താ പറയുന്നത്, ഒരു സമയം കഴിഞ്ഞ് 10 മണിയൊക്കെ ആയിരിക്കും ചിലപ്പം ചില സൂപ്പർ മാർക്കറ്റുകൾ മാക്സിമം ഉണ്ടാവുക. അത് കഴിഞ്ഞ് കടകളൊന്നുമില്ല. ആ സമയത്തൊക്കെ നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് പോലും മേടിക്കാനായിട്ട് അവസരം പോലും കിട്ടാതെ പോകും. നമ്മൾ ചിലപ്പോൾ NHSലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പനി തന്നെ വേണമെന്നില്ല, എന്തൊരു രസം. എനിക്ക് ചിക്കൻ ബോക്സ് ആയിട്ട് ഞാൻ ചെന്നിട്ട് പോലും ഞാൻ ഒരു 3 മണിക്കൂർ എങ്ങാണ്ട് അവിടെ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഒന്ന് കാണാൻ തന്നെ പറ്റിയത് ഡോക്ടറിനെ. അത് കണ്ടിട്ടാണെന്നുണ്ടെങ്കിലും അവർ പറഞ്ഞത് ഇത് ഒന്നുമില്ല, ചെയ്യാനൊന്നുമില്ല, മാറും, വേറൊന്നുമില്ല, പനിക്ക് പാരസെറ്റമോൾ കഴിച്ചാൽ മതി, മാറിക്കോളും എന്നൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു അത് 2-3 ദിവസം കൊണ്ട്, ഒരാഴ്ച ഒന്നും എടുക്കത്തില്ല, 2-3 ദിവസം കൊണ്ട് തീരും, അത് കഴിയുമ്പോഴത്തേക്കും ഡ്യൂട്ടിക്ക് പോകാം. എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് അത് മാറാൻ 3 ആഴ്ചയാണ് എടുത്തത്. അത്രയ്ക്കും ദേഹത്ത് മൊത്തം കുരുക്കളെല്ലാമായിട്ട് ഭയങ്കര ഇതായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ NHSൻ്റെ ഓരോ കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ആ സിനിമയൊക്കെ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് ഇങ്ങനെ നമ്മുടെ ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇമോഷൻസ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അതുകൊണ്ട് എല്ലാവരും പോയി കാണുക. ഓക്കെ.